തൃശ്ശൂരിൽ പോലും സുരേഷ് ഗോപി ഓരോ ദിവസവും താഴോട്ടാണ്. കഴിഞ്ഞ 3-4 മാസമായി, കുറേ കാലമായി അദ്ദേഹം അവിടെ തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ജനുവരി മാസം 1-ാം തീയതി വന്ന് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതാണ്. ബാങ്ക് വഴി അല്ലാതെ കള്ളപ്പണം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇന്നലെ ശ്രീ പിണറായി വിജയനും CPM-ൻ്റെ ഇന്നലത്തെ അവരുടെ പ്രകടന പത്രികയിൽ ഇലക്ട്രൽ ബോണ്ടല്ല, അവർ പറഞ്ഞിരിക്കുന്നത് കള്ളപ്പണ നിരോധന നിയമം പിൻവലിക്കുമെന്നാണ്. അത് ടീച്ചർ അറിഞ്ഞാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും സംശയമാണ്. ടീച്ചർ പറഞ്ഞു, ഞാനെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയാണ് ചെയ്തിരിക്കുന്നത്, മുഖ്യമന്ത്രിയോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ആയിരിക്കും നേരത്തെ പറഞ്ഞ പേര് നമുക്ക് വിളിക്കും. ഈ ഏപ്രിൽ 1-ാം തീയതി മദ്യം ഒഴിച്ച് കേരളത്തിലുള്ള മുഴുവൻ സഹായ സർവീസുകൾക്കും മുഴുവൻ സംവിധാനങ്ങൾക്കും അതിഭയങ്കരമായ നികുതി ഏർപ്പെടുത്തിയിരിക്കുക. എല്ലാത്തിനും 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടി നികുതിയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനം തകർന്നു പോയ സംസ്ഥാനത്ത് ഇന്നിപ്പം ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഈ വൻ കൊള്ള ജനങ്ങളുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SFI ഉണ്ടാക്കുന്നത് ക്യാമ്പസുകളിലൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ചവിട്ടി കൊല്ലുകയല്ലേ. അതും മദ്യം, അതുപോലെ തന്നെ മയക്കുമരുന്ന്, കംപ്ലീറ്റ് അതിൻ്റെ നിയന്ത്രണം ഇവരുടെ കൺട്രോളിലാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന, ഓൺ ബിഹാഫ് ഓഫ് മുഖ്യമന്ത്രി എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ അവകാശമുള്ള ഒരു ഉദ്യോഗസ്ഥനെ, ഓഫീസ് നിയന്ത്രിച്ചിരുന്ന ഒരാളിനെ അദ്ദേഹം ഓഫീസ് ദുർവിനിയോഗം ചെയ്താണ് സ്വർണത്തിൻ്റെ കള്ളക്കടത്തിന് കൂട്ടുനിന്നത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ജോസഫ് വാഴക്കൻ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ അങ്ങയുമായി സംസാരിച്ചിരുന്നു, വലിയ ആത്മവിശ്വാസമെന്ന് പ്രകടിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം വളരെ സജീവമായി ഇപ്പോൾ നിരന്നിരിക്കുന്നു. ഇതിനിടയിൽ ശ്രദ്ധേയമായ ചില സംഭവ വികാസങ്ങൾ, പിണറായി വിജയനും സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു കത്തിയിരുന്ന പല വിവാദങ്ങളും ഇടക്കാലത്ത് അങ്ങ് ശാന്തമായി. പ്രത്യേകിച്ച് മസാല ബോണ്ടിലൊക്കെ പണം തിരിച്ചടച്ച പ്രശ്നം തീർന്നപ്പെട്ടിലാണ്. വീണ വിജയനെതിരെയുള്ള ചില കേസുകൾ ഇടയ്ക്കൊക്കെ EDയുടെ രൂപത്തിൽ തലപൊക്കാറുണ്ടെങ്കിലും അതൊന്നും അത്ര ശക്തമായി യേശുന്നില്ല. ഈ ഇടതുപക്ഷ ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം ഇപ്പോൾ പ്രകടമാകുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ മുരളീധരൻ, അങ്ങനെ BJPയുടെ സ്റ്റാർ താരങ്ങളും നിരന്നിരിക്കുന്നു. UDFന് എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? പഴയ ഒരു ആത്മവിശ്വാസമൊക്കെ കുറഞ്ഞോ? ഞങ്ങളുടെ ആത്മവിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെല്ലാം അണിനിരന്നു, നോമിനേഷൻ എല്ലാവരും കൊടുത്തു കഴിഞ്ഞു. സ്റ്റേറ്റിലെ മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം, പ്രത്യേകിച്ച് ഈസ്റ്ററിന് ശേഷം വളരെ സജീവമായി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് കേരളത്തിലെ സോഷ്യൽ ഗ്രൂപ്പ്സൊക്കെ മിക്കവാറുമൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് വെച്ചാൽ 2019 സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2020 തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. അതെ, 20 സീറ്റും എന്നുള്ളത് തള്ളിക്കളയാനാവാത്ത ഒരവകാശവാദം തന്നെയാണിപ്പോൾ. നമ്മൾ കഴിഞ്ഞ വട്ടം ചർച്ച ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ്, തരൂരിൻ്റെ ഒരു ഇറക്കം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തുടക്കം. തൊട്ടപ്പുറത്ത് പല സ്ഥാനാർത്ഥികളും ആദ്യഘട്ടത്തിൽ ഇഴഞ്ഞു എന്നൊരു തോന്നലുണ്ടാക്കിയിരുന്നു. പക്ഷെ മാധ്യമങ്ങളൊന്നും ഇപ്പോൾ UDFൻ്റെ ഒരു മുന്നേറ്റം അങ്ങ് പ്രവചിക്കുന്നില്ല, വേണ്ടത്ര പ്രചാരണം കൊടുക്കുന്നില്ല. ഉണ്ടല്ലോ, UDFന് അനുകൂലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പല റിപ്പോർട്ടുകളും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ഞാൻ കാണുന്നത്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു താഴോട്ടാക്കിയിരിക്കുന്ന ഇടതുപക്ഷത്തെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പന്ന്യൻ രവീന്ദ്രനാണ് കുറച്ച് താഴോട്ട് പോയിരിക്കുന്നത്. കാരണം അതിനകത്ത് CPM-ൻ്റെ ഒരു ചെറിയ കള്ളക്കളി കൂടി ഉണ്ടോ എന്ന് നമുക്ക് ആദ്യഘട്ടം മുതൽ നമുക്ക് സംശയമുണ്ട്. ഈ P ജയരാജൻ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞു കേൾക്കുന്നത് CPM വോട്ട് ശശി തരൂരിന് കൊടുത്തേക്കുമെന്നാണ്. അല്ല, അത് പിന്നെ എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എവിടെയൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് BJPയും പിന്നെ CPM-ഉമായിട്ട്. അതിനകത്ത് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരെണ്ണം തിരുവനന്തപുരത്താണ്. അതോടുകൂടി അത് പിന്നെ ശ്രീ പന്ന്യൻ രവീന്ദ്രനെ പോലൊരു മുതിർന്ന നേതാവുള്ള താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. വേറെ സംസ്ഥാനത്ത് ഒരു സീറ്റിലും അങ്ങനെ ഒരു BJP കാര്യമായി, ഇപ്പം തൃശ്ശൂരിൽ പോലും സുരേഷ് ഗോപി ഓരോ ദിവസവും താഴോട്ടാണ്. കഴിഞ്ഞ 3-4 മാസമായി, കുറേ കാലമായി അദ്ദേഹം അവിടെ തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ജനുവരി മാസം 1-ാം തീയതി വന്ന് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതാണ്.
ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും നേരത്തെ പ്രഖ്യാപിക്കുകയും നേരത്തെ ഫീൽഡ് ചെയ്യുകയും ചെയ്ത സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ദോഷമായി. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ കുറെ കൂടെ എക്സ്പോസ്ഡായി ജനങ്ങളുടെ മുമ്പിൽ. സ്ത്രീപക്ഷ വോട്ടുകൾ സുരേഷ് ഗോപി അതൊക്കെ തെറ്റിദ്ധാരണയാണ്. സ്ത്രീകൾ മുഴുവൻ സുരേഷ് ഗോപിയെ കാണുമ്പം അതിൻ്റെ പിന്നാലെ പോകുന്നത്. അതുപോലെയൊക്കെയുള്ള ഗ്ലാമറുള്ള കാൻഡിഡേറ്റൊക്കെ തന്നെയാണ് എല്ലാവർക്കും നിൽക്കുന്നത്. അതൊന്നുമല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞാൻ പറയില്ലേ, സമയം ഇത്ര നീണ്ടുപോയതോടുകൂടി അദ്ദേഹം ഓരോ ദിവസവും എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അപക്വതയും അദ്ദേഹത്തിൻ്റെ പ്രചരണ രംഗത്തെ അസാധാരണത്വം ഇതെല്ലാം ആളുകളുടെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്ന ഒരു ധാരണയ്ക്ക് വലിയ ഒരു ദോഷം സംഭവിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ശക്തമായി BJP എടുത്തുയർത്തി കാട്ടുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കരുവന്നൂരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. ചില അറസ്റ്റുകൾ വരും ദിവസങ്ങളിലുണ്ടാവും. MK കണ്ണൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഏറുന്നു. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിക്ക് പോലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. ചുരുക്കത്തിൽ BJP ഇത്തരം ചില കുത്തിയിളക്കലുകൾ നടത്തുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി UDF മാറുമോ? അത് UDF അല്ലെങ്കിലും അക്കാര്യത്തിൽ വളരെ സ്ട്രോങ് നിലപാടായിരുന്നു ആദ്യം മുതലേ. കരുവന്നൂരിൻ്റെ കാര്യത്തിൽ വളരെ വലിയ തട്ടിപ്പാണ് നടന്നതെന്നും CPMൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം അതിലെ കക്ഷിയാണെന്നും ഇപ്പോൾ EDയുടെ ഏറ്റവും അവസാനത്തെ വെളിപ്പെടുത്തൽ അവർക്ക് രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്നുള്ളതാണ് പല കോപ്പറേറ്റീവ് ബാങ്കുകളിലും. കാരണം ഇപ്പം മസാല ബോണ്ട് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞാണ് ക്രെഡിറ്റ് അടിച്ചുകൊണ്ടിരുന്നത്. മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമാണ്, പക്ഷേ അത് സുതാര്യമായിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. ആരാർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എന്നുള്ള ഒരു സുതാര്യത അത് തിരിച്ചടച്ചു. അല്ല, മസാല ബോണ്ടിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ അതിനതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നിയമാനുസൃതമാണ്, പക്ഷേ അതിൻ്റെ സുതാര്യത അതാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. അതിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവരതിനകത്ത് എപ്പോഴും മെയിൻ നടച്ചിട്ടുണ്ട്, ഞങ്ങൾ മസാല ബോണ്ട് വാങ്ങിയില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ലെന്ന്. അത് ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ നിയമാനുസൃതമായിട്ട് വാങ്ങിയിട്ടില്ല, ഞങ്ങൾ ഈ തരത്തിലുള്ള ഉടായ്പിലൂടെയാണ് സഹകരണ ബാങ്കുകൾ വഴിയായിട്ടും മറ്റുള്ള കൊള്ളകൾ നടത്തി, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിച്ചുകൊണ്ട് ബാങ്ക് വഴിയല്ലാതെ കള്ളപ്പണം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ ഇന്നലെ ശ്രീ പിണറായി വിജയനും CPMൻ്റെ ഇന്നലത്തെ അവരുടെ പ്രകടന പത്രികയിൽ ഇലക്ട്രൽ ബോണ്ടല്ല, അവർ പറഞ്ഞിരിക്കുന്നത് കള്ളപ്പണ നിരോധന നിയമം പിൻവലിക്കുമെന്നാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തി. കള്ളപ്പണ നിരോധന നിയമം പിൻവലിക്കും എന്ന് CPMനെ പോലൊരു പാർട്ടി അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. UAPA പറയുന്നുണ്ട്, NIA പറയുന്നുണ്ട്, CAA പറയുന്നുണ്ട്, ഇങ്ങനെ പലതും പറയുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കള്ളപ്പണ നിരോധന നിയമം ഞങ്ങൾ പിൻവലിക്കും എന്ന് വെച്ചാൽ കള്ളപ്പണം എത്ര വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. കാരണം അത് അവരുടെ രീതിയാണ്. CPMൻ്റെ ഈ പണം മുഴുവൻ ഒന്നും നിയമാനുസൃതമായിട്ടോ ബാങ്ക് വഴിയോ അല്ല. ഈ പറഞ്ഞ പോലെ സഹകരണ ബാങ്കുകൾ കള്ള അക്കൗണ്ടുകൾ തുടങ്ങി. കാരണം അതിൽ സിവിൽ സ്കോറിലൊന്നും പെടുന്നതല്ലല്ലോ. കാരണം അതിനകത്ത് ഡയറക്റ്റ് കൺട്രോൾ കുറവാണ്. ഇപ്പോൾ അതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ കള്ള അക്കൗണ്ടുകൾ മുഴുവൻ തുടങ്ങി ഈ പണം മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇലക്ഷനിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല. വരുന്നല്ലേ ഉള്ളൂ. പ്രചരണം അതിൻ്റെ കൊടുമ്പിടിയിലേക്ക് വരുന്നല്ലേ ഉള്ളൂ. ഇതെല്ലാം വരും. ഇപ്പോൾ മസാല ബോണ്ട് തിരിച്ചടച്ചു എന്നാണ് ഇപ്പോൾ CPM അവകാശപ്പെടുന്നത്. എവിടുന്നാണ് തിരിച്ചടച്ചത്? ഇവർ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ നമ്മുടെ ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സംവിധാനമാണ്, അതൊന്നും ഇവിടെ അക്കൗണ്ടബിൾ അല്ല. കിഫ്ബിയുടെ നടപടികൾ, കിഫ്ബിയുടെ പണം കിഫ്ബി തന്നെ തിരിച്ചടയ്ക്കും എന്നുള്ള നിലയിലാണല്ലോ അവർ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ കേസിൻ്റെ അകത്ത് ഇപ്പോൾ മസാല ബോണ്ട് തിരിച്ചടച്ചെന്ന് പറഞ്ഞു. തിരിച്ചടച്ചത് നമ്മുടെ ഖജനാവിലെ പണം എടുത്താ 3150 കോടി നമ്മുടെ ഖജനാവിലെ പണം എടുത്ത. ഇന്ന് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോയിട്ടുള്ളത് ഇതുപോലെയുള്ള ഏർപ്പാട്, കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്യായ പലിശക്കെടുത്ത മസാല ബോണ്ട് പോലെയുള്ളത് ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ഒറ്റയടിക്ക് തിരിച്ചടച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇവിടെ വലിയൊരു സാങ്കേതിക പ്രശ്നമില്ലേ? പൊതുകടത്തിന് പുറത്താണ് കിഫ്ബി പോലുള്ള ഏജൻസികൾ വഴിയുള്ള കടമെടുക്കൽ എന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പറഞ്ഞു വെച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. അവിടെ കിഫ്ബിക്ക് വേണ്ടി മസാല ബോണ്ട് വഴി എടുത്ത കടം പൊതുഖജനാവിൽ നിന്ന് തിരിച്ചടച്ചു. അപ്പോൾ ഇതുവരെ പറഞ്ഞു വെച്ചതെല്ലാം പൊളിയാണെന്ന് ഈ ഒരൊറ്റ നടപടിയിലൂടെ തെളിഞ്ഞില്ലേ? 100% പൊളിയാണ്. ഇവിടെ ഞങ്ങൾ ഈ സംഭവം തുടങ്ങിയപ്പോൾ തന്നെ കേരള നിയമസഭയിൽ പ്രതിപക്ഷം ആദ്യം മുതലേ പറയുന്നുണ്ട്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും പറയുന്നുണ്ട്, പിന്നീട് ശ്രീ VD സതീശനും. ഈ രണ്ടുപേരും വളരെ തുടർച്ചയായി പറയുന്നുണ്ട് ഇത് ശരിയല്ല, ഇതിൻ്റെ അകത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുകടമെടുപ്പിൻ്റെ പരിധിയിൽ വരും, അതിന് പുറത്ത് ആയിരിക്കില്ല, ഇത് നമ്മൾ വലിയ ബാധ്യതയിൽ പോകും. ഇത് അന്ന് മുതലേ അവർ വളരെ കൃത്യമായി അക്കമിട്ട് പറയുന്നുണ്ട്. അതുതന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.
ഇപ്പം എന്തിനാ സുപ്രീം കോടതി പോയിരിക്കുന്നത്? ഇപ്പം CPM-ൻ്റെ ആളുകൾ ഈ സംസ്ഥാനത്ത് പ്രചരിപ്പിക്കുന്നത് കേന്ദ്രം ഒന്നും തരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ പെൻഷൻ കൊടുക്കുന്നത്? വളരെ ബുദ്ധിപരമായൊരു അതിനുവേണ്ടിയുള്ളൊരു ഏർപ്പാടാണ്, വളരെ തന്ത്രപരമായൊരു പ്രചരണം. ഇപ്പം വീടുകളിലൊക്കെ കയറി ഇറങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും പെൻഷൻ തരണമെന്ന് ആഗ്രഹം, പക്ഷേ കേന്ദ്രം തരുന്നില്ല. ഞങ്ങൾ ഈ കേന്ദ്രത്തിൻ്റെ ഒരുപാട് തട്ടിപ്പുകളുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വളരെ ക്ലിയറായി പറഞ്ഞല്ലോ, നിങ്ങളുടെ ധൂർത്ത്, നിങ്ങളുടെ പിടിപ്പുകേട്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ സുപ്രീം കോടതി പോയത്? കടമെടുക്കാനുള്ള അനുമതി വേണം, അതല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടിയല്ല. കിട്ടാനുള്ള പൈസ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞെങ്കിൽ ന്യായമാണ്, നമുക്ക് ആ കൂടെ നിൽക്കാം. ഇത് രാജ്യത്തുള്ളൊരു നിയമമാണ്, നമ്മുടെ GDP-യുടെ 3% കൂടുതൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് എല്ലാ സ്റ്റേറ്റിനും എല്ലായിടത്തും ബാധകമായിട്ടുള്ള കാര്യമാണ്. അതിന് വിരുദ്ധമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ കടം വാങ്ങണം, എവിടുന്നെങ്കിലും ഞങ്ങൾക്ക് കടം വാങ്ങാനുള്ള അനുമതി വേണം. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ പറയില്ല, തെണ്ടി തിന്നാനുള്ള അനുമതി ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇത് മുഴുവൻ നമ്മുടെ തലയിലോട്ട് വയ്ക്കുന്ന ബാധ്യതയാണ്. കേരളത്തിലെ ഓരോ പൗരൻ്റെ തലയിലേക്കും ഈ അനധികൃതമായ കടമെടുപ്പ് നമുക്ക് വലിയ ബാധ്യതയിലേക്ക് സംസ്ഥാനം പോകും. ഗുരുതരമായ മറ്റൊരു പ്രശ്നം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ആരോപണ തലത്തിലാണ് നിൽക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മറ്റൊരു കാര്യം വലിയ തോതിൽ സംശയിക്കുന്നു. ഈ മസാല ബോണ്ട് ഇടപാടിന് പിന്നിൽ ഏതെങ്കിലും കമ്മീഷൻ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഇത്തരം ചില മസാല ബോണ്ട് പോലെയുള്ള ഇടപാടുകളിൽ കമ്മീഷൻ്റെ എലമെൻ്റ് ഉണ്ട്. അത് ഏതെങ്കിലും വിദേശ അക്കൗണ്ടുകളിലേക്ക് പോയോ എന്നുള്ള കാര്യവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ. നല്ല കാര്യം, എൻഫോഴ്സ്മെൻറ്റ് പിന്നെ അന്വേഷിക്കട്ടെ. 10,000 കോടി വാങ്ങിച്ച BJP-യെക്കുറിച്ച് ആദ്യം അന്വേഷിക്കണം അവർ. ഇതിലേക്ക് എങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. ഈ മസാല ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾക്ക്, ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിച്ച ആളുകളുടെ പിന്നെ ഇതെല്ലാം പിൻവലിച്ചോ, അവരിലൊക്കെ കേസുകളാണ് ഇതെല്ലാം അന്വേഷിക്കണം. മസാല ബോണ്ടിൻ്റെ കാര്യത്തിലാണ്, മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ മസാല ബോണ്ടിൻ്റെ കമ്മീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ സംശയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ പിന്നെ ഇവർ മസാല ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു കമ്പനി, നമ്മുടെ ലാവ്ലിൻ കമ്പനിയായിട്ട് ബന്ധമുള്ള ഒരു കമ്പനിയുണ്ട്, ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്, മസാല ബോണ്ടിന് ഇവർക്ക് പിന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണല്ലോ. അത് ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയാണെന്ന് തോന്നുന്നു അത് ആദ്യമേ പുറത്തു വിട്ടത്. വിദേശങ്ങളിലൊക്കെ 5% താഴെ പണം കിട്ടണം, ഇത് 9.5%-ാണ് എടുത്തത്. അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. വിദേശത്തെ ഏത് ഏജൻസികളും നമ്മൾ ഇന്നുവരെ കേട്ടിരിക്കുന്നത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് നമുക്ക് എത്രയോ ഏജൻസികളാണ് പണം തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അത് അങ്ങേയറ്റം 1.5%, 2%, 2.5%, ഇതിനപ്പുറത്ത് ഒരു തുകയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇത് 9.5% എന്ന് വെച്ചാൽ ഒരു ബ്ലേഡ് പലിശയ്ക്കാണ് 1,150 കോടി രൂപയാണ് ഇപ്പോൾ പലിശ മാത്രം അടച്ചിരിക്കുന്നത്. അതാണ് അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെയൊക്കെ കാരണം ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം 5-8 പ്രാവശ്യം കൂടെ നോട്ടീസ് കൊടുത്തു നമ്മുടെ തോമസ് ഐസക്കിന്. ഈ നിമിഷം വരെ അദ്ദേഹം അത് പിന്നെ ED-യുടെ മുമ്പിൽ പോകാനോ ഇന്നതാണ് സംഭവിച്ചതെന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം വലിയ തോതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കണമല്ലോ, സ്ഥാനാർത്ഥിയല്ലേ. എന്തായാലും 26-ാം തീയതി വരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചില്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോലും പറ്റുമോ? അതൊക്കെ പ്രകടിപ്പിക്കും. ഇങ്ങനെയൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പലരും അകത്തോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ആത്മവിശ്വാസമൊക്കെ വെറുതെ ആളുകളെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഭയങ്കര ഭയപ്പാടി തന്നെയാണ് 100%. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നെങ്ങാണ്ടോ ഒരു ചെറിയ പിന്നെ ഒരു ചെറിയ ചെറിയ ആശ്വാസം കിട്ടിയതിൻ്റെ പേരിൽ എപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. അത് മറ്റുദ്യോഗസ്ഥന്മാരെ ബാക്കിയുള്ള ആളുകളൊക്കെ കണക്കുമായിട്ടൊക്കെ ചെല്ലുന്നു. ഐസക്കിനെ അങ്ങോട്ട് 26-ാം തീയതി വരെ എത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുക എന്നുള്ളത് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ അതൊക്കെ പിടിക്കപ്പെടും. കാരണം അതുപോലെ യാതൊരു ലക്കും ലഗാനുമില്ലാതെ നിയമവിരുദ്ധമായി ആണ് ഈ പണം മുഴുവൻ സംഭരിച്ചിരിക്കുന്നത്. അത് ചെലവഴിച്ചിരിക്കുന്നതും സുതാര്യമല്ല. പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ വലിയ തോതിൽ വലിയ അഴിമതിയാണ്. ഇപ്പം നമ്മുടെ പിന്നെ കോവിഡ് റാണി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ടീച്ചർക്ക് വലിയ വിഷമമാണ്. അതൊക്കെ ഉണ്ട്, വലിയ വിഷമമാണ്. ആ പേരൊരിക്കലും വിളിക്കാൻ പാടില്ല, അത് നമ്മൾ വിളിക്കുന്നില്ല. അല്ലല്ല, അത് കള്ളിയെന്ന് വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം കുറച്ച് കള്ളത്തരം കാണിച്ചു എന്നുള്ളത് സത്യമാണ്. ആ പേരെങ്ങനെ നമുക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് വിളിക്കുന്നത് ശരിയല്ല. കള്ളത്തരം കാണിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ടീച്ചർ അറിഞ്ഞാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും സംശയമാണ്. ടീച്ചർ പറഞ്ഞു ഞാനെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയാണ് ചെയ്തിരിക്കുന്നത്, മുഖ്യമന്ത്രിയോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ആയിരിക്കും നേരത്തെ പറഞ്ഞ പേര് നമുക്ക് വിളിക്കാം. തെരഞ്ഞെടുപ്പ് രംഗത്ത് കുറച്ച് ദിവസങ്ങളായി വളരെ സജീവമാണ്. ജനങ്ങളുമായി സംവദിക്കുമ്പോൾ, പാർട്ടി പ്രവർത്തകരുമായി സംവദിക്കുമ്പോൾ എന്തൊക്കെയാണ് മുഖ്യമായ ഒരു തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്? ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ പൊളിറ്റിക്സ് ഒരു പ്രധാന കാര്യമാണ്. കാരണം ഇന്ത്യ നമ്മൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഇന്ത്യയുടെ ഒരു മതേതരത്വം, ഇതൊക്കെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം
ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അല്ല, ഇത് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷമാണ് BJPയെ മോദിയെ തടഞ്ഞു നിർത്താൻ ഏറ്റവും ശക്തമായൊരു സംവിധാനം. ആകെ 25 സീറ്റ് മത്സരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് മോദിയെ തടഞ്ഞു നിർത്തുന്നതിനെക്കുറിച്ച് നമ്മളെ അത്ഭുതപ്പെടുന്നുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ പിണറായി വിജയൻ ഈ കേരളത്തിൽ കാണിച്ചിരിക്കുന്ന മുഴുവൻ കൊള്ളരുതായ്മകളും ഈ കൊള്ളരുതായ്മകളെ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തര കേരളത്തിലെ പര്യടനം മുഴുവൻ CAA-യെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ അദ്ദേഹം അതിനകത്തൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളാണ്. CAA-യുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് 2 മെമ്പർമാർ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാവുന്ന ഒരു മെമ്പറെ പോലും പറഞ്ഞു. CAA പിൻവലിക്കുമെന്ന് പറയുന്നത്. അത് 25 സീറ്റ് മത്സരിക്കുന്നവൻ എങ്ങനെ അധികാരത്തിൽ കയറുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു അവർ മത്സരിക്കുന്നത് തന്നെ ഏതാണ്ട് 8-10 സീറ്റിലേ ഉള്ളൂ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അവർ മത്സരിക്കുന്നത്. പിന്നെ ആ സീറ്റിൽ മത്സരിക്കുന്നവൻ ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ആളുകളെല്ലാം വിഡ്ഢികളാണ്. ഇതൊക്കെ പഴയ കാലത്ത് EMSൻ്റെ കാലത്തും ഒക്കെ ഇതുപോലെ ആളുകളെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. അവിടെ ഇറാഖ് യുദ്ധമൊക്കെ നടക്കുമ്പം ഈ യുദ്ധത്തിൽ ഞങ്ങൾ സദാമിൻ്റെ കൂടെ, നിങ്ങൾ ആരുടെ കൂടെ എന്നൊക്കെ ചോദിക്കുന്ന അന്നത്തെ ഒരു തന്ത്രമുണ്ടല്ലോ, അതൊന്നും ഇന്ന് ചിലവാകില്ല. ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ട്. ആളുകൾ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ തട്ടിപ്പും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. മറ്റെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമായ? തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി കേരളത്തിലെ ജനത തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഈ ഏപ്രിൽ 1-ാം തീയതി മദ്യം ഒഴിച്ച് കേരളത്തിലുള്ള മുഴുവൻ സഹായ സർവീസുകൾക്കും മുഴുവൻ സംവിധാനങ്ങൾക്കും അതിഭയങ്കരമായ നികുതി ഏർപ്പെടുത്തിയിരിക്കുക. എല്ലാത്തിനും 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടി നികുതിയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനം തകർന്നു പോയ സംസ്ഥാനത്ത് ഇന്നിപ്പം ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഈ വൻ കൊള്ള ജനങ്ങളുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റിലൂടെ ഇങ്ങനെ അങ്ങ് വന്നു. ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. മദ്യം അതെല്ലാ ദിവസവും ഓരോ 6 മാസം കൂടുമ്പോൾ വർദ്ധിപ്പിക്കുന്നതായതുകൊണ്ടും അതിൻ്റെ കമ്മീഷൻ അടിക്കുന്ന പരിപാടി ആയതുകൊണ്ട് അത് മാത്രം വർദ്ധിപ്പിച്ചിട്ടില്ല. ബാക്കി മുഴുവൻ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മുഴുവൻ കാര്യങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ സംസ്ഥാനത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര മാത്രം ഒരു പ്രതിസന്ധി നിറഞ്ഞൊരു കാര്യം. ഇപ്പം പെൻഷൻ ചെറിയ കാര്യമല്ല. 1500 രൂപയാണെങ്കിൽ ആ പെൻഷനും കൊണ്ട് ജീവിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവരുടെ ഏറ്റവും വലിയ ആകെയുള്ള വരുമാനം അതാണ്. ആ പെൻഷൻ കഴിഞ്ഞ 8 മാസമായിട്ട് ഉണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇപ്പോൾ 2 മാസം കൊടുക്കുക എന്ന് വെച്ചാൽ അവർക്കറിയാം ഈ 26-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ തിന്നു. ഈ 26-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അസംബ്ലി ഇലക്ഷൻ്റെ സമയത്ത് 2-3 തവണ വല്ലതും കിട്ടിയെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി പോലും കൈവിട്ടു. സുപ്രീം കോടതിക്ക് ചെയ്യാൻ പറ്റണ്ടേ? കടം വാങ്ങിക്കാനുള്ള അനുമതിയാണ്. ഇപ്പോൾ ഏപ്രിൽ 1-ാം തീയതി കഴിഞ്ഞപ്പോഴത്തേക്കും ഫിനാൻഷ്യൽ ഇയർ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ തൽക്കാലം ഇപ്പം വീണ്ടും പഴയ കേന്ദ്രത്തിൻ്റെ വിഹിതമൊക്കെ കിട്ടി ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഇത് ഓടിച്ചുകൊണ്ട് പോകാനുള്ളൊരു സംവിധാനം കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് കേരളം പോകാൻ പോകുന്നത്. ഇപ്പോൾ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല. മറ്റുള്ള അത്തരം ഇഷ്യൂകളൊന്നും. ക്രമസമാധാന പ്രശ്നം എങ്ങനെയാണ്? എല്ലാ ദിവസവും പിന്നെ ആത്മഹത്യകൾ, തള്ളിയിടലുകൾ, ഇത് തന്നെയല്ലേ ഈ സംസ്ഥാനത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. SFIയുടെ തന്നെ ക്രമസമാധാന പ്രശ്നം അവരുണ്ടാക്കുന്നത് തന്നെ എത്രമാത്രം രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്ര SFI ഉണ്ടാക്കുന്നത് ക്യാമ്പസുകളിലൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ചവിട്ടി കൊല്ലുകല്ലേ. അതും മദ്യം, അതുപോലെ തന്നെ പിന്നെ മയക്കുമരുന്ന്, കംപ്ലീറ്റ് അതിൻ്റെ നിയന്ത്രണം ഇവരുടെ കൺട്രോളിലാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഭീകരാവസ്ഥകൾ എത്രയാണെന്ന് ചോദിച്ചാൽ ആ വാർത്തകൾ തന്നെ ഓരോന്നോരോന്ന് പുറത്തു വരികയാണ്. SFI എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം തന്നെ കേരളത്തിലുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നം വളരെ വലുതാണ്. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകയും വെട്ടുകയും ചെയ്യുന്നത് മാത്രമല്ലല്ലോ ക്രമസമാധാന പ്രശ്നം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളരെ സുഗമമായ അതിൻ്റെ മുന്നോട്ടുള്ള നീക്കത്തെ പലതരത്തിലാണ് ഇവർ തടസ്സപ്പെടുന്നത്. പിണറായി വിജയനും കുടുംബവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ സർക്കാരിലെ മറ്റ് മന്ത്രിമാർക്കെതിരെ, മറ്റ് സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും കൈക്കൂലി ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഇപ്പോൾ കാര്യമായി ഉയർന്നു കേൾക്കുന്നില്ല. അതിന് മറ്റ് മന്ത്രിമാരെന്ന് പറഞ്ഞവർക്ക് വല്ല അധികാരമുണ്ടോ? അല്ല, പക്ഷേ അവരിതിനകത്ത് വല്ല കക്ഷികളാണോ? അവരിൽ ഇത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ആ സംവിധാനത്തിലാണല്ലോ, ഒരു സംവിധാനത്തിൻ്റെയൊക്കെ വിളിച്ചു വരുത്തി അവിടെ ഇരുന്നുണ്ട് ഈ ഉത്തരവുകൾ മുഴുവൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം പിന്നെ ഇപ്പോൾ ഇവിടുത്തെ അന്വേഷണം നടക്കുന്നത്, ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, മറ്റേ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, പിന്നെ കവിതയെ അറസ്റ്റ് ചെയ്തു, പ്രതിപക്ഷത്തുള്ള ഒരുപാട് സിസോദിയയെ അറസ്റ്റ് ചെയ്തു, വേറെ ഒരുപാട് പേര്. ഇപ്പോൾ സഞ്ജയ് സിംഗിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇപ്പം ജാമ്യം കിട്ടിയുള്ളൂ. എത്രയോ ആളുകളെ അറസ്റ്റ് ചെയ്തു.
പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന ഓൺ ബിഹാഫ് ഓഫ് മുഖ്യമന്ത്രി എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ അവകാശമുള്ള ഒരു ഉദ്യോഗസ്ഥനെ, ഓഫീസ് നിയന്ത്രിച്ചിരുന്ന ഒരാളിനെ അദ്ദേഹം ഓഫീസ് ദുർവിനിയോഗം ചെയ്താണ് സ്വർണത്തിൻ്റെ കള്ളക്കടത്തിന് കൂട്ടുനിന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ചാണ് നമ്മുടെ ലൈഫ് മിഷൻ്റെ പണം ഉപയോഗിച്ചത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് അവസാനിപ്പിച്ച ഫയൽ അല്ലല്ല, അവരാരും അന്വേഷിച്ചിട്ടില്ല. അവരന്വേഷിക്കുന്നു എന്ന് കേട്ടതേ ഉള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് വിവരമില്ലെന്നേ ഉള്ളൂ. അന്വേഷിപ്പിച്ചു തീർന്നു എന്നോ ഫയൽ ക്ലോസ് ചെയ്തെന്നോ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ പ്രധാന കാര്യം, ഈ ശിവശങ്കരനെ 2 തവണ ഈ കേസിൽ അറസ്റ്റ് ചെയ്തു. ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് കിലോ കണക്കിന് സ്വർണം ഓരോ തവണ ഇറക്കാൻ വേണ്ടി അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തു. മുഖ്യമന്ത്രിക്ക് 100% ഡയറക്റ്റ് ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു സംവിധാനത്തിലാണ് അതിൻ്റെ കമ്മീഷനും അതിൻ്റെ കരാറും എല്ലാം ഉണ്ടായത്. അതിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് പോയത്. അപ്പം മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസെങ്കിലും കൊടുക്കണ്ടേ? ഇപ്പം അറസ്റ്റ് ചെയ്ത ഒരുത്തന്നെ, ഇപ്പോൾ കേജ്രിവാളിൻ്റെ കാര്യത്തിൽ അറസ്റ്റിലായ ഒരു പ്രതിയെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് കേജ്രിവാൾ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് എഴുതി മേടിച്ചിട്ടാണല്ലോ ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്ര റിമോട്ടായിട്ട് തെളിവ് ഉണ്ടാക്കി, കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് തെളിവ് മുമ്പിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടൊരു നോട്ടീസ്, അറസ്റ്റ് ചെയ്യേണ്ട പോട്ടെ, ഒരു നോട്ടീസെങ്കിലും അയച്ച് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? ലാവ്ലിൻ കേസ് എന്തുകൊണ്ടാണ് 39 തവണ മാറ്റിവെക്കുന്നത്? ഇതിന് ഉത്തരം BJP നേതൃത്വം, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞേ പറ്റുള്ളൂ. ഈ പറയുന്ന EDയും ഈ രാജ്യത്തെ അഴിമതി വിരുദ്ധതയുടെ കാര്യം പറയുമ്പോൾ, തെരഞ്ഞെടുപ്പ് ഇത്ര ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് വീണ വിജയനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെ, അതൊക്കെ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ്, SFIO, ഇതൊക്കെ അവിടെ നിന്നൊക്കെ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് കേസെടുക്കാതെ, കോടതിയുടെ ഡയറക്ഷനോട് കിട്ടിയപ്പോൾ കേസെടുക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. അതല്ലാതെ അതിനകത്ത് അതൊക്കെ വളരെ ക്ലിയറാണ്, വളരെ ക്ലിയർ എവിഡൻസ് ആണ് അതിനകത്തൊക്കെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ BJP ഒരു കാരണവശാലും CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ OICയെ പോലെയൊക്കെ തന്നെ BJPയുടെ B ടീമാണ്, സത്യമായിട്ടും B ടീമാണ്. കേരളത്തിൽ BJPക്ക് ഇതുവരെ കയറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ആ സ്ഥാനത്ത് വരാൻ പാടില്ല. അവിടെ BJP അവർ ഓരോ സ്റ്റേറ്റിലും അങ്ങനെ സ്ട്രാറ്റജി. ഇവിടെ CPMനെ ഉപയോഗിച്ചാണ് കോൺഗ്രസിനെ തീർക്കുന്നത്. ED മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നാൽ കോൺഗ്രസ് അതിനെ എതിർക്കില്ല, അഖിലേന്ത്യാ തലത്തിൽ പോലും. അത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ എതിർക്കത്തില്ല. നിയമത്തിൻ്റെ, സത്യസന്ധമായ നിയമത്തിൻ്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ചട്ടലംഘനം നടത്തിയിട്ടുള്ളത്. കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? ഇക്കുറി കേരളത്തിലെ 20 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ജയസാധ്യത ആർക്കാണ്? രാഹുൽ ഗാന്ധി ഫസ്റ്റ്, രാഹുൽ ഗാന്ധിക്ക് സെക്കൻഡ് മലപ്പുറം, തേർഡ് ഹൈബി ഈഡൻ, ഇങ്ങനെ അങ്ങ് പോകും. അതിൻ്റെ 4 ചാലക്കുടിയും റിസ്കിലായി എന്ന് കേട്ടു. എറണാകുളത്തൊന്നും 2020 ഒന്നുമില്ല. ചാലക്കുടിക്കകത്ത് അവർക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി 2-4 പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്, അവിടെ ഒരു കുറച്ച് വോട്ടുകളുണ്ടാണ്. പക്ഷേ എറണാകുളത്തൊന്നും ആറ്റിങ്ങലൊക്കെ വലിയ അട്ടിമറി നടക്കുമെന്ന് പറഞ്ഞു. അവിടെ അട്ടിമറിച്ചാണല്ലോ ഞങ്ങൾ നേടിയത്. അതിനെ തിരിച്ചട്ടിമറിക്കാൻ ശക്തിയുള്ളൊരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നില്ല ഒരു കാരണവശാലും. വിജോയി ശക്തമായി വോട്ട് പിടിക്കുമ്പോൾ വിജോയിയൊക്കെ അങ്ങനൊന്നും ശക്തമായിട്ടൊന്നും ഈ ആറ്റിങ്കലിൻ്റെ ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ട് പിടിക്കാൻ പറ്റുന്ന ആളൊന്നുമല്ല. പൊതുവെ ആത്മവിശ്വാസം കുറവുള്ള മണ്ഡലം ഏതാ ഇക്കുറി UDFന്? ഞങ്ങൾക്ക് അങ്ങനെ ആത്മവിശ്വാസം ഒന്നിനെക്കുറിച്ചും കുറവ് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ സ്ഥലത്തും ഇപ്പം ഒരു പൊളിറ്റിക്കലായിട്ട് CPMൻ്റെ വലിയൊരു നേതാവ് മത്സരിക്കുന്നതാണ് പാലക്കാട്. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീകണ്ഠൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത MP ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത ആ MPയുടെ അടുത്ത് നിൽക്കാൻ പറ്റിയല്ല വിജയരാഘവന്. 2-3 ടേമൊക്കെ ആയി കഴിയുമ്പോൾ ആളുകൾ ചില സ്ഥാനാർത്ഥികളെ അങ്ങ് മടുക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്തെ ശശി തരൂരിൻ്റെ സ്ഥിതി 15 വർഷമായി ആ മുഖം കാണുന്നു. എന്ത് ചെയ്തു എന്ന ചോദ്യം തിരുവനന്തപുരത്തുകാർ ശക്തമായി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നാഷണൽ പൊളിറ്റിക്സിൽ ഇത്രയധികം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്നയാളല്ലേ. ഒരാളെ സംബന്ധിച്ച് പാർലമെൻ്റ് അല്ലേ, ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമനിർമ്മാണത്തിനും രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സംരക്ഷണത്തിനും ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെ രാജ്യം മുന്നോട്ട് പോകും. പക്ഷേ അതേസമയം തിരുവനന്തപുരത്തുകാർ ചോദിക്കുന്നു ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ഞങ്ങൾക്കെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കൊണ്ടാകുന്ന രീതിയിൽ
ഈ നാടിന് വേണ്ടി ഒരു എം പിക്ക് എന്താ ഒരു എം പിമാർക്ക് സാധാരണ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് പ്രാദേശികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒരു എം പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പല പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ. അതിനകത്ത് ശശി തരൂരിനെ പോലെ നോവൽ ഐഡിയാസ് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള എത്ര സ്ഥാപനങ്ങളുണ്ട്, എത്ര എണ്ണമുണ്ട്, എത്രയോ കാര്യങ്ങൾ. ചിലപ്പം പ്രൈവറ്റ് മേഖലയുടെ സഹായത്തോടെ ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷനുണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച്. കാരണം അത് ആ നിലപാടുകൾ എപ്പോഴും സ്വീകരിക്കുകയും ചെയ്യുന്ന ആളാണ്. ശശി തരൂർ തോൽക്കില്ല കുറയും അല്ലേ എന്നാണ്? ഒരു കാരണവശാലും തോൽക്കാനൊന്നും പറ്റില്ല. കാരണം അദ്ദേഹത്തെ ആവശ്യമാണെന്നുള്ളത് കേരളത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഭരണഘടന അപകടത്തിൽ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു വലിയ പോരാളിയെ, ഏറ്റവും വലിയ നാവ്, പ്രതിപക്ഷത്തിൻ്റെ നാവായിട്ടുള്ള, പ്രത്യേകിച്ച് CAA ഒക്കെ വിഷയം വന്നപ്പോൾ പ്രമേയം തന്നെ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം സംസാരിക്കുന്ന, ഏറ്റവും മനോഹരമായി പ്രസൻറ്റ് ചെയ്യുന്നയാളാണ്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻസിനോടാണ്. അയാളെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമോ? തോൽക്കാൻ പറ്റും. ജനങ്ങളോട് എത്രമാത്രം ആത്മാർത്ഥത, ജനങ്ങളോട് ആത്മാർത്ഥതയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഓടി നടക്കുന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ലോകം മുഴുവൻ അദ്ദേഹത്തെ ആവശ്യപ്പെടുക, അതൊരു അഭിമാനമല്ല ഒരു നാടിന്. എൻ്റെ ജനപ്രതിനിധി ഇതാണെന്ന് പറയുന്നൊരു അഭിമാനമല്ല. BJP-ക്കാർ പറയുന്ന വിശ്വപൗരനെയല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനെയാണ് തിരുവനന്തപുരത്തിന്. ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് ആരാ തെളിയിച്ച്? എനിക്കറിയത്തില്ല. നമ്മൾ രാജീവ് ചന്ദ്രശേഖറിന് എന്ത് വിശ്വാസ്യത എവിടെയുള്ളതെന്നുള്ളത്. അദ്ദേഹം വലിയൊരു ബിസിനസ് സംവിധാനം ഉണ്ടാക്കി BJP അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഒരു രാജ്യസഭാ സീറ്റ് വാങ്ങി എന്നുള്ളതല്ലാതെ, അതിപ്പം പണമുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും, പ്രത്യേകിച്ച് BJP പോലെയുള്ള പാർട്ടി, അവരുടെ ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ അവർ സീറ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെയല്ലാതെ അങ്ങനെ ഒരു BJP-കാരൻ എന്നുള്ള നിലയിൽ പോലും അല്ല, ഒരു പണക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു സീറ്റ് സംഘടിപ്പിച്ചെടുത്തു എന്നുള്ളതല്ല. ആലപ്പുഴയിൽ ഒരു ട്രാജഡി സംഭവിച്ചാൽ അത് KC വേണുഗോപാലിനൊരു രാഷ്ട്രീയ ദുരന്തമായി മാറില്ലേ? ആരാ അവിടെ ട്രാജഡിക്ക് ശക്തനായ? UDF മനസ്സിലാക്കാൻ കഴിഞ്ഞ തവണ ആരിഫ് കട്ടിച്ച ജയിച്ചത്. അല്ല, ഇക്കുറി UDF മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. അവിടെ ശോഭാ സുരേന്ദ്രൻ ഗംഭീരമായി വോട്ട് പിടിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ, ആര് ജയിക്കും എന്നുള്ളതല്ല. ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. KM ഷാജഹാൻ പോലും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രാധാകൃഷ്ണന് കിട്ടിയിരിക്കുന്നതാണ്. ഡോക്ടർ രാധാകൃഷ്ണന് സീറ്റ് കിട്ടിയ വോട്ട് കിട്ടില്ല, ഒരു കാരണവശാലും കിട്ടില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ BJP-ക്കകത്ത് തന്നെ എതിരാണ് എല്ലാവരും. BJP-ക്കകത്ത് തന്നെ ഒരു നേതാവിനെ കുറിച്ച് നല്ലത് അവർ ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. BJP-യിലെ എല്ലാ നേതാക്കളെക്കുറിച്ചും അവർ മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അവർ ഈയിടെ നമ്മുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഒക്കെ ഇവർ എന്തൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ എന്ന് വെച്ചാൽ അവരുടെ സ്ഥിരം സ്വഭാവം, അവരെല്ലാവരെക്കുറിച്ചും അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞാലും ജനങ്ങൾ അതിൻ്റെ ആ ഒരു ഗൗരവത്തിൽ എടുക്കുകയുള്ളൂ. അതല്ലാതെ ഈ കോൺഗ്രസിന് ഒരു പ്രചരണ കമ്മിറ്റി ഉണ്ട്, സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുണ്ട്. പക്ഷേ വേണ്ടത്ര ആത്മാർത്ഥതയോടെ ഒരു യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസ് എത്രയോ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. പക്ഷേ ഞാൻ 1-2 ഓൺലൈൻ ചാനലുകാരോടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഒരു പ്രസ് നോട്ട് അയക്കുക, അല്ലെങ്കിൽ വിഷ്വൽസ് അയക്കുക, ഇത്തരം കാര്യങ്ങളുടെ ഒരു ഫോളോ അപ്പ് അതൊക്കെ ഞങ്ങളങ്ങനെ സെൻട്രലൈസ് ചെയ്തില്ല, ഡീസെൻട്രലൈസ്ഡ്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി ബേസിലാണ് ഈ സാധനങ്ങൾ തയ്യാറാക്കുന്നത്. പിന്നെ പാർട്ടിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്യാമ്പയിൻ തുടങ്ങുന്നേ ഉള്ളൂ. അതിന് ഫണ്ട് കുറവുള്ളതുകൊണ്ട് ഫണ്ടിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഫണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആദ്യകാലത്തെ നമ്മുടെ ഫ്ലോ അങ്ങ് നിന്നുപോയില്ല. പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടുകളെല്ലാം അങ്ങ് മരവിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നോട്ടീസുകൾക്ക് പുറമെ നോട്ടീസ് 3900 കോടി രൂപയും മറ്റുമൊക്കെ. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് എഴുതിയവൻ്റെ കൈയക്ഷരം തെറ്റിയല്ല, അവൻ്റെ നമ്പർ എഴുതിയപ്പം 0 കൂടി പോയതാണോ എന്നറിയത്തില്ല. എന്തായാലും ഇത് നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പണം വരില്ല. ഈ AICCയുടെ പണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൊബിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ നാഷണൽ ലെവലിലുണ്ട്, ദേശീയ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ക്രൗഡ് ഫണ്ടിങ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമുക്ക് ഓൺലൈനിൽ പാർട്ടിക്കാർ മുഴുവൻ പൈസ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അടച്ച നമ്മുടെ ഇലക്ഷന് മുമ്പ് നമ്മൾ 139 ചലഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഒരു ബൂത്തിൽ നിന്ന് മിനിമം 50 ആ വ്യക്തികളെ കൊണ്ട് നമ്മൾ അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അത് കോടികളാണ് നമുക്ക് അതിന് വരുന്നത്. അതുവരെ കയറി ഇവർ ബ്ലോക്ക് ചെയ്തു. ആ ഫണ്ട് വരെ നമുക്ക് ബ്ലോക്ക് ചെയ്തത്. നമ്മൾ ഈ രീതിയിൽ നക്കാപ്പിച്ച് പിരിച്ചെടുത്ത പൈസ പോലും ബ്ലോക്ക് ചെയ്യുന്നൊരവസ്ഥ. ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികൾക്കും തുല്യ അവകാശം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക അടിസ്ഥാനം. UDF-ന് AICCയുടെ ഫണ്ട് വരുമെന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. ഇവിടെ LDF-ന് ഇവിടുത്തെ ബിസിനസ്സുകാരിൽ നിന്ന്, ഇവിടുത്തെ സാധാരണക്കാരിൽ നിന്നും വേണ്ടേ പണം പിരിച്ചെടുത്ത്? ഇവിടുത്തെ ബിസിനസ് അല്ലല്ലോ അവർ നടത്തത് മുഴുവൻ അന്തർദേശീയ മസാല ബോണ്ട് ഉൾപ്പെടെ, KRAയിൽ ഉൾപ്പെടെ, അവരുടെ അവിടെ ഇലക്ട്രിക് ബസ് ഉണ്ടല്ലോ, നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇലക്ട്രിക് ബസ്സിൻ്റെ കച്ചവടം ഉൾപ്പെടെ. ഈ രാജ്യത്ത് പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് കമന്ന് വീണ കാപ്പണം എന്നുള്ള ഏർപ്പാടല്ലാതെ ഏത് പ്രോജക്റ്റ് കൊണ്ടെന്നോ അതിനൊക്കെ കോടാനുകോടികളുടെ കമ്മീഷൻ അതിനകത്ത്. ഈ പാർട്ടിക്ക് 10,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നത്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? CPM-ന്
ഉറപ്പായിട്ടുണ്ടാവും. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. CPM-ന് സ്ഥാവര ജംഗമ വസ്തുക്കൾ തന്നെ എത്രയാണ് കിടക്കുന്നത്, എത്ര കോടിയുടെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഇവർ കയ്യിൽ വെച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ വരുന്ന വലിയ സംവിധാനമുണ്ട്. പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രിയായതിന് ശേഷം എങ്ങനെ ഫണ്ടുണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള റിസർച്ച് നടന്നിട്ടുള്ളൂ. സ്റ്റേറ്റിന് എന്താ ചെയ്തിരിക്കുന്നത്, സ്റ്റേറ്റിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്നൊരു നിവേദനം അദ്ദേഹം കൈപ്പറ്റുന്ന ഒരു പടമെങ്കിലും നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്തൊരു അകലങ്ങളിലാണ് ജനവുമായിട്ട്, എത്രയോ അകലങ്ങളിലാണ് നിൽക്കുന്നത്. എന്നിട്ട് തിരഞ്ഞിട്ട് പിന്നെ ഈ പ്രചരണങ്ങൾ, വലിയ പ്രചരണങ്ങളുമായിട്ട് നടക്കുക. ഇക്കുറി UDF നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങൾ ഈ ഫണ്ടിൻ്റെ അപര്യാപ്തത മാത്രമാണ്, അതോ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഒരു നെഗറ്റിവിറ്റി പല മണ്ഡലങ്ങളിലും ഉണ്ടോ? സ്ഥാനാർത്ഥികളെല്ലാം ഏറ്റവും മികച്ചതാണെന്നുള്ളതാണ്. നമുക്ക് ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്ന ഒന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോലും എതിർ സ്ഥാനാർത്ഥികളും നിലനിന്നതോടുകൂടി ഈ സ്ഥാനാർത്ഥികളുടെ എല്ലാ ആൻറ്റി ഇൻകംബൻസിയും മാറി അവരൊക്കെ വളരെ ഫ്രണ്ടിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ആൻറ്റി ഇൻകംബൻസി സ്വാഭാവികമായിട്ടും 3-4 തവണ വരുമ്പോൾ ആൻറ്റി ഇൻകംബൻസി വരാം. ആ ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരുന്ന സ്ഥലങ്ങളിൽ പോലും അതിനെയൊക്കെ എത്ര മനോഹരമായി നമ്മളതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ദേശീയ നേതാക്കൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ സ്വന്തം മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു. മറ്റു മണ്ഡലങ്ങളിൽ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ദേശീയ നേതാക്കൾ കാര്യമായി കാണുന്നില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും പ്രോഗ്രാമുകളൊക്കെ നോമിനേഷൻ തന്നെ സ്ഥാനാർത്ഥി പിൻവലിക്കേണ്ടത് തന്നെ തിങ്കളാഴ്ചയല്ലേ ഉള്ളൂ. അതിനുശേഷം ഇതൊക്കെ ഉണ്ടാവും. അതിനുശേഷം ചിലപ്പോൾ നമ്മളെല്ലാം ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം വലിയ ക്യാമ്പയിൻ വരും. ദിവസമുണ്ട് ഇനി 26 ദിവസം. ചെറിയ കാര്യങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ 22 ദിവസം. 22 ദിവസം. സാധാരണഗതിയിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 22ാമത്തെ ദിവസം ഇലക്ഷനാണ് നടക്കുന്നത്. ഇതിപ്പം എത്രയോ ദിവസമായി ഇങ്ങനെ കടന്നിരിക്കുന്നത്. നല്ല വെയിൽ, സാമ്പത്തികം പ്രശ്നങ്ങൾ, ആകെ പ്രതിസന്ധികളുണ്ടാകാം. പക്ഷേ ജനങ്ങൾക്ക് വലിയ ആവേശമുണ്ട്. ചില സ്ഥാനാർത്ഥികളൊക്കെ ഓപ്പൺ ജീപ്പിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ആ വണ്ടിയിൽ വളരെ കൃത്യമായി എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്, വളരെ ശക്തമായി. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ആരാ ഉള്ളത്? അങ്ങനെ എയർ കണ്ടീഷൻ ചെയ്ത് ഞങ്ങളുടെ ഒന്നും കണ്ടിട്ടില്ല. CPM-ൻ്റെ വല്ലതും കൊണ്ടുവന്ന് എനിക്കറിയില്ല. അല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളാരും അങ്ങനെ എയർ കണ്ടീഷൻ ചെയ്ത് ഓപ്പൺ വണ്ടിയെ പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. അല്ലെ, എയർ കൂളേഴ്സ്, വളരെ ശക്തമായ എയർ കൂളിംഗ് സംവിധാനത്തോടു കൂടി പോകുന്നുണ്ട്. അല്ലല്ല, അങ്ങനെ ഒന്നും ആരും ഞാൻ കണ്ടില്ല ഇതേവരെ. നമ്മുടെ സ്ഥാനാർത്ഥികളാരും അങ്ങനെ ഒരു എയർ, സ്വാഭാവികമായിട്ട് അത് വെച്ചാൽ അത്ഭുതമൊന്നുമില്ല. കാരണമായിട്ടുള്ള കവേർഡ് വണ്ടിയല്ല, ഓപ്പൺ വണ്ടി, നല്ല ശക്തമായ അല്ല, അത് അതുപോലുള്ള ചൂടാണ്. ചിലപ്പം വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ സൂര്യാഘാതമൊക്കെ ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെറിയ ഫാനുകൾ വെച്ചെന്നിരിക്കാം. അതൊന്നും വലിയ അത്ഭുതം. അതൊക്കെ ന്യായമായ അവരുടെ പിന്നെ ആവശ്യമായ കാര്യങ്ങളാണ്. അവർക്ക് അവരുടെ പ്രൊട്ടക്ഷനുകളൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. പൊതുവേ നേരത്തെ MP-മാരായിരുന്നവരാണല്ലോ ഇപ്പോൾ മത്സരിക്കുന്നത്. അവരൊക്കെ പല വിധത്തിൽ പണമുള്ളവരും പണമുണ്ടാക്കിയവരുമാകാം. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് UDF-ന് അത്ര പണത്തിൻ്റെ അപര്യാപ്തത വരുമോ? ഈ MP-മാർക്ക് എവിടുന്ന ഫണ്ട്? ന്യായമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന ഏത് MP-ക്കാണ് ഫണ്ട് വരുന്നത്? അങ്ങനെയൊന്നും MP-മാർക്ക് ഫണ്ട് കിട്ടത്തില്ല. ഇപ്പം അധികാരവും പവറും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ, ഗവൺമെൻറ്റുകൾ കയ്യിലുണ്ടെങ്കിലാണ് ഈ പറഞ്ഞതുപോലെ പല രീതിയിൽ പണം ഉണ്ടാക്കാനുള്ള വഴികളെങ്കിലും തെളിയുന്നത്. എല്ലാവരും അത് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. MP എന്നുള്ള നിലയിൽ ആ സ്റ്റാറ്റസ് കോ വെച്ചുള്ള സൗഹൃദങ്ങളുണ്ടാവും. അതിൻ്റെ ഇത് ചെറിയ തുകയിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. അതിൻ്റെ തുകയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നിയമം എന്നാൽ പോലും. ഇത് കാരണം ഡയറക്റ്റ് ഇവരല്ലെങ്കിലും പല രീതിയിൽ പാർട്ടികളായിട്ടൊക്കെ എത്രയോ തുക ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും ഒരു MP-ക്കൊന്നും മാത്രമൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഏത് MP ആയപ്പോൾ ഒരു MP-ക്കും അങ്ങനെയൊന്നും പണം അങ്ങനെ എടുത്ത് വലിച്ചടിച്ച് ചിലവാക്കാൻ മാത്രമുള്ള പണമുള്ളവരൊന്നുമില്ല. അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് കാണും. അതുപോലെയുള്ള വല്ല മുതലാളിമാർ നിൽക്കുന്നവർക്ക് വല്ലവർക്കും, സുരേഷ് ഗോപി ചിലപ്പം വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും സിനിമാ താരം എന്നുള്ള നിലയിൽ. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പേരെന്നുള്ളതല്ലാതെ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയും അങ്ങനെ വലിയ പൈസ ഒന്നുള്ളത്. KC വേണുഗോപാലിലൂടെ പൈസ ഇരിക്കുന്നത്. അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചീഫാണെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നെ പാർട്ടിയിൽ നിന്ന് ഹെൽപ്പുകൾ കിട്ടിയെന്നിരിക്കാം. അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ കൂടുതലുണ്ടാകാം. അദ്ദേഹം ചിലപ്പോൾ ഇലക്ഷൻ്റെ ഫണ്ടിനെ ചിലപ്പോൾ അവരെ സഹായിച്ചെന്നിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ KC വേണുഗോപാലും പിന്നെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ളതിൽ അങ്ങനെയും പൈസ കിട്ടി കയ്യിലിരിക്കുന്നത്. കർണാടകയിൽ നിന്നൊക്കെ വലിയ തോതിൽ കേരളത്തിലെ കോൺഗ്രസിന് ഫണ്ട് വരുന്നു എന്നാണ് വാർത്തകൾ. എവിടെ കർണാടക ഒന്നുമല്ലെന്നേ. ഇപ്പോൾ ഇന്ത്യ പാർട്ടിയുടെ ഫണ്ടിലേക്കൊക്കെ ഇപ്പോൾ സംഭാവന ചെയ്യുന്ന സംസ്ഥാന യൂണിറ്റുകളൊക്കെ ഉണ്ടാകാം. ഇന്ത്യ മുഴുവൻ തിരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ. അതല്ലാതെ ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് അവർക്ക് കേരളത്തിന് മാത്രമായിട്ട് പൈസ കൊടുക്കും. അവർക്ക് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവും. പൊതുവേ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള നിരീക്ഷണം എന്താ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ? സോഷ്യൽ മീഡിയ നല്ലൊരു പങ്കിലും BJP അതെങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അവരെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നില്ല.
എന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ ഇത്ര കാലം ഒരു 2 ആഴ്ച മുമ്പ് വരെ വലിയ സെക്കുലറായി വലിയ ഭരണഘടനയുടെ സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിരിക്കുന്നു. അതെങ്ങനെ ഇത് മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് എന്നെ വളരെ സംശയത്തിൻ്റെ നിഴലിൽ എനിക്ക് കേരളത്തിലെ യൂട്യൂബേഴ്സും പല ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ചും എനിക്ക് വലിയ സംശയങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനത് പറയുന്നത് ഇപ്പോൾ അവരെന്നോട് ക്ഷമിക്കണം, കാരണം എല്ലാം പലതുമൊക്കെ നമുക്ക് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ. പക്ഷേ എനിക്ക് അവരിലൊക്കെ ഉണ്ടായ ചേഞ്ച് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല, പക്ഷെ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു തലമുണ്ടാവും. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഈ പ്രചരണ ചുമതലകൾ ഏറ്റെടുത്ത നേതാക്കന്മാരുടെ ഒരു ദുഷ്ചെയ്തികളാവാം, അല്ലെങ്കിൽ അവരുടെ കാര്യപ്രാപ്തി ഇല്ലായ്മയാവാം. അങ്ങനത്തെ കാര്യപ്രാപ്തിയുടെ പ്രശ്നമൊന്നും. ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും അവരുടെ പ്രചരണ രീതികളും ഒക്കെ വളരെ മികച്ചത് തന്നെയാണ്. അവരൊക്കെ കൃത്യമായി ഫീഡ് ചെയ്യുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സ്റ്റേറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെതായ സാമ്പത്തിക പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റ് കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഒരു കുറവും ആരും വരുത്തിയിട്ടില്ല. എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്, അതെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, അവരോരോ ധാരണകൾ വെച്ച് ഇങ്ങോട്ട് ഉണ്ടാക്കുക. അല്ലാതെ വാർത്തകൾ കൊടുക്കുന്നതിലല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ, പിന്നെ യൂട്യൂബേഴ്സായിട്ടുള്ള പല ആളുകൾ അവരുടേതായ ഒപ്പീനിയൻ, അവരുടേതായ ഈ അവതരണം നടക്കുമ്പോൾ അവരത് വല്ലാത്ത ഒരു പാർഷ്യലായിട്ട് അവർ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതെന്നെ ഇപ്പം സാധാരണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല. ഇത് അത്ഭുതകരമായ ചില ചേഞ്ചുകൾ ചില സ്ഥലത്ത്, കാരണം ഇത്രയും കാലം പറഞ്ഞിരുന്നതിന് നേരെ വിരുദ്ധമായിട്ട് സംസാരിക്കും. സോഷ്യൽ മീഡിയ ചാനലുകൾ മാത്രമല്ല, ടി.പി. ശ്രീനിവാസനെ പോലെ ഏറ്റവും ശ്രദ്ധേയരായ വ്യക്തികൾ, ടി.പി. ചന്ദ്രശേഖരനൊക്കെ ടി.പി. ശ്രീനിവാസൻ ടി.പി. ശ്രീനിവാസനൊക്കെ ബി.ജെ.പിയിൽ അംഗത്വം നേടിയിട്ട് തന്നെ കൊല്ലം 3-4 ടി.പി. ശ്രീനിവാസന്, നമ്മുടെ പഴയ സെൻകുമാർ, ഇവരെല്ലാം ഒന്നിച്ച് ഒരു ബി.ജെ.പി ചേർന്നതാണ്. ഒക്കെ ബി.ജെ.പിയുടെ അംഗങ്ങളാണ്. ബി.ജെ.പിയുടെ അംഗങ്ങളല്ലല്ലോ ഇവരാരും. അതുകൊണ്ട് അവരിപ്പോൾ ടി.പി. ശ്രീനിവാസൻ പറയുന്നത് എനിക്കൊരു അത്ഭുതമില്ല, കാരണം അയാൾ ആ ബി.ജെ.പിയുടെ അംഗത്വം സ്വീകരിച്ച ഒരാളാണ്. ഒരു കാലത്ത് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, അന്തർദേശീയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഇച്ചിരി ക്ഷീണമാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ ചേർന്നു. അതൊക്കെ വലിയ ബ്യൂറോക്രാറ്റുകളൊക്കെ അവർക്ക് മരിക്കുന്നിടം വരെ ഒരു അക്കോമഡേഷൻ അവർക്ക് കിട്ടണം. അത് അവരുടെ ആഗ്രഹം. കാരണം അവർ നോക്കുമ്പോൾ അവർക്ക് അവരുടേതായ കപ്പാസിറ്റി ഉണ്ട്, കഴിവുണ്ട്. അപ്പോൾ അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം കിട്ടണം. അതിനൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണയും സഹായവും സാമ്പത്തിക സഹായവും ഒക്കെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി ഇവരെല്ലാം അങ്ങോട്ട് കൂടോടെ ചേക്കേറും. ഇതുപോലെ ഒരുപാട് എണ്ണത്തിന് ഞങ്ങളും, ഈ രാജ്യം ഒരുപാട് കാലം ഭരിച്ച പാർട്ടിയല്ലേ, ഞങ്ങൾ ഇതേറെ എണ്ണത്തിനെ കണ്ടിരിക്കുന്നത് ഇതുപോലെ ഇവിടെ വരുന്നത്. അങ്ങനെയുള്ളവരെ ഒന്നും ബേസ് ചെയ്തിട്ടല്ല ഞങ്ങൾ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊക്കെ വരും പോകും, അങ്ങനെയുള്ള ആളുകളെ ഉള്ളൂ. അല്ല, തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 100%. മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണി ഉജ്ജ്വലമായൊരു മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അറസ്റ്റുകൾ, അനീതികൾ, അതുപോലെ തന്നെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങൾ കൃത്യമായി ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഇതുവരെ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പുലി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞോളൂ. ഇതിപ്പോൾ പുലി വന്നു കഴിഞ്ഞു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തലത്തിലേക്ക് പ്രചരണവും മത്സരവുമൊക്കെ മുന്നേറുമെന്ന് പ്രതീക്ഷിക്കുന്നു. UDFൻ്റെ കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് അങ്ങ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ വിജയാശംസകളും. നന്ദി, നമസ്കാരം.